ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുന്ന ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവം അവരെ കഠിനമായി ശിക്ഷിക്കുകയും അവർ പശ്ചാത്തപിക്കുമ്പോൾ ദൈവം വീണ്ടും അവരെ സംരക്ഷിക്കുകയും അതിനുവേണ്ടി ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. 4-ാം അധ്യായത്തിൽ ദെബോറ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ദൈവം ഒരു പ്രവാചികയെ അവളുടെ മേൽ ന്യായാധിപയാക്കുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. ഇസ്രായേൽ ജനം വീണ്ടും പാപം ചെയ്തതായ ആ സന്ദർഭത്തിൽ കനാന്യ രാജാവായ യാബീന് ദൈവം ഇസ്രായേലിനെ വിറ്റു എന്ന് പറഞ്ഞാൽ അവന് അവരുടെ മേൽ ആധിപത്യമുണ്ടായി. ജാതീയ രാജാക്കന്മാരെ മാത്രമല്ല, അവരെ തോൽപ്പിക്കുമ്പോൾ അവരെ മുഴുവൻ അവരിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് യഹോവയായ ദൈവം പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് അവരുടെ ഇടയിൽ ജാതീയ രാജാക്കന്മാർ പിന്നീട് ഭരണം നടത്തുന്ന സാഹചര്യമുണ്ടായി. കനാന്യരെ പൂർണ്ണമായി നീക്കാഞ്ഞതുകൊണ്ട് അവർക്ക് ഇന്ന് രാജാവായി ആ രാജാവ് ഇവരെ പിടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. പുതിയ നിയമവുമായി നമ്മളിതിനെ താരതമ്യം ചെയ്ത് ചിന്തിക്കുമ്പോൾ നമ്മിലെ പാപത്തെ നമ്മൾ പൂർണ്ണമായി നീക്കം ചെയ്യുന്നില്ല എങ്കിൽ ആ പാപം നമ്മിൽ ശക്തി പ്രാപിച്ച് രാജവാഴ്ച നടത്തും, നമ്മളെ അത് അടിമയാക്കും. നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഓരോ പാപത്തിന് അടിമകളായി ജീവിക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു. കാരണം പാപത്തെ പൂർണ്ണമായി നമ്മിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന് പ്രധാനമായ കാരണം. ഇവിടെ നമ്മൾ വായിക്കുന്നു, അങ്ങനെ ഇസ്രായേൽ ജനം അങ്ങനെ 20 വർഷത്തോളം, അദ്ദേഹത്തിന് 900 ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു ഈ യാബീന്. അത് 20 വർഷത്തോളം ജനങ്ങളെ കഠിനമായി ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചു, അവരെ ഞെരുക്കിയെന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ജനം ദൈവസന്നിധിയിൽ കടന്ന് കരയുകയും അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ദെബോറ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ എഴുന്നേൽപ്പിക്കുകയാണ്. ദൈവം സ്ത്രീയെ ആളെയാണോ ഇങ്ങനെ എഴുന്നേൽപ്പിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കാം. ദൈവം പുരുഷന്മാരെയാണ് ആദ്യം ദൈവം എല്ലായിടത്തും തിരഞ്ഞെടുക്കുക. എന്നാൽ പുരുഷന്മാർ അലസന്മാരും മടിയന്മാരും ഉദാസീനരും ഭയമുള്ളവരൊക്കെ ആയി മാറുമ്പോൾ ആ സ്ഥാനത്ത് ദൈവം പലപ്പോഴും സ്ത്രീകളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് തീമോത്തിയോസ് 2:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നത് സ്ത്രീക്ക് പുരുഷന്റെ മേൽ കർത്തൃത്വമില്ല എന്നാണ്. ദൈവം ആദ്യം സൃഷ്ടിച്ചത് പുരുഷനെയാണ്, സ്ത്രീയല്ല. പുരുഷന് ഒരു തുണയാകാൻ വേണ്ടി മാത്രമാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചതെന്നും, രണ്ടാമത് ആദ്യം വഞ്ചിക്കപ്പെട്ടത് പുരുഷനല്ല സ്ത്രീയാണെന്നും ഒക്കെ പൗലോസ്ലീഹ അവിടെ കാരണം പറയുന്നുണ്ട്. അതുകൊണ്ട് പുരുഷന്റെ മേൽ അധികാരം നടത്തുവാൻ സ്ത്രീയെ ഞാൻ അനുവദിക്കുന്നില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നു. എന്നാൽ സ്ത്രീക്ക് ആത്മീയ കാര്യങ്ങളിലൊക്കെ ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റും. സൺഡേ സ്കൂൾ പഠിപ്പിക്കാം, വനിതാ സമാജത്തിൻ്റെ ഭാരവാഹിത്വം വഹിക്കാം, അതിൽ അംഗങ്ങളായിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സഭാ ശുശ്രൂഷകളിൽ അവർക്ക് പങ്കാളികളാകാൻ പറ്റും. എന്നാൽ മൂപ്പൻ്റെ സ്ഥാനത്ത് ദൈവം ഒരിക്കലും സ്ത്രീകളെ അവിടെ നിയമിച്ചിട്ടില്ല. പുതിയ നിയമത്തിൽ പുരുഷന്മാരെയാണ് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. പഴയ നിയമത്തിൽ സാധാരണഗതിയിൽ പുരുഷന്മാരെയാണ് ദൈവം എഴുന്നേൽപ്പിക്കേണ്ടത്. എന്നാൽ അതിനുള്ള പുരുഷന്മാരെ കിട്ടാതെ വരുമ്പോൾ ദൈവം സ്ത്രീകളെ തന്നെ എഴുന്നേൽപ്പിക്കുന്നതായ സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. യെശയ്യാ പ്രവചനം 3:12 സ്ത്രീകൾ പുരുഷന്റെ മേൽ അധികാരം നടത്തുന്നത് ഒരു വളരെ ശോചനീയമായ പരിതാപകരമായ ഒരു അവസ്ഥയായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ക്രൈസ്തവ സഭയിൽ സ്ത്രീകൾ അതുല്യമായ സംഭാവനകൾ സുവിശേഷ പ്രചരണത്തിനു വേണ്ടി പലപ്പോഴും നൽകിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ പൗലോസ് ശ്ലീഹായോട് ചേർന്ന് അക്വിലാസും
പ്രിസ്കില്ലയും പ്രവർത്തിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. അക്വിലാസിനേക്കാൾ കൂടുതൽ പൗലോസിനോട് ചേർന്ന് പ്രവർത്തിച്ചത് പ്രിസ്കില്ലയാണ്. അവരുടെ പേര് പല പ്രാവശ്യം ലേഖനങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. പക്ഷെ അവൾക്ക് ഒരു പൗലോസിൻ്റെ അല്ലെങ്കിൽ ഒരു അപ്പല്ലോസിൻ്റെ ഒരു പ്രസംഗം കേട്ട് സംശയം തോന്നിയപ്പോൾ അവൾ സഭയിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നില്ല, അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് അവിടെ വെച്ച് സംശയം തീർക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതാണ് യോവേൽ പ്രവചനത്തിൽ പത്രോസിക പറഞ്ഞു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പുരുഷന്മാർ മാത്രമല്ല, അതിനകത്ത് സ്ത്രീകൾക്കും ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും ശുശ്രൂഷ ചെയ്യാനും സാധിക്കുമെന്നുള്ള. പക്ഷേ പുരുഷൻ്റെ മേൽ ഭരണം നടത്തുവാൻ അവൾക്ക് അധികാരമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവൾ ഈ ദെബോറ ഒരു ഈന്തപ്പനയുടെ കീഴിലിരുന്ന് ന്യായപാലനം നടത്തുകയായിരുന്നു എന്ന് 4:5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആ സമയത്താണ് ഇസ്രായേൽ ജനം ചെന്ന് അവരുടെ കാര്യങ്ങൾ ദെബോറയെ ഒക്കെ ധരിപ്പിക്കുകയും ദെബോറ അവരുടെ കൂട്ടത്തിൽ ധൈര്യശാലിയായിരുന്ന ബാറാക്ക് എന്ന് പറയുന്ന ഒരു പുരുഷനെ വിളിച്ച് 10,000 പേരുമായി ചെന്ന് അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ബാറാക്കിന് പോകാൻ ധൈര്യമില്ല. അവൻ ദെബോറയോട് പറയുന്നു, നീ കൂടി വരണം. അപ്പോൾ ദെബോറ അവൻ്റെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ ദെബോറ അവനോട് പറയുന്നുണ്ട്, ആ യാബീനെ കൊല്ലുന്ന അഭിമാനം നിനക്കുണ്ടാവുകയില്ല, അതൊരു സ്ത്രീ ചെയ്യും. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന് 22-ാം വാക്യത്തേക്ക് വരുമ്പോൾ യായേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ആ രാജാവിനെ കൊല്ലുന്നതായി നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവിക പ്രവർത്തനത്തിന് പുരുഷന്മാർ തയ്യാറല്ലാതെ വരുമ്പോൾ ദൈവം സ്ത്രീകളെയും ദൈവം എടുത്തുപയോഗിക്കും. കാരണം ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരിക്കലും ഭംഗം വരാൻ പാടില്ല. അത് സ്ത്രീയായാലും പുരുഷനായാലും അവരെയൊക്കെ ദൈവം എടുത്തുപയോഗിക്കും. അവിടെ നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ള പൗലോസിക ക്രിസ്തുവിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. എന്നാൽ പുരുഷന്മേൽ ഭരണം നടത്തുവാനും മൂപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും മാത്രം പൗലോസിക സ്ത്രീകളെ അനുവദിച്ചിട്ടിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അധ്യായത്തിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണ് ഇസ്രായേൽ ജനത്തെ മറ്റുള്ളവർ പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്? ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോകുമ്പോഴാണ്. മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്ന സാഹചര്യം വരുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ ആധിപത്യം നടത്തുകയാണ്. ഇത് നിയമമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മിലെ പാപസ്വഭാവത്തെ പൂർണ്ണമായി നീക്കാതെ കുറേ അവശേഷിപ്പിച്ചാൽ ആ അവശേഷിപ്പിച്ച പാപം നമ്മൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും നമ്മൾ കൂടുതൽ ശോചനീയമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നീക്കം ചെയ്യുന്ന പാപത്തെ പൂർണ്ണമായി ഒഴിവാക്കുവാനും ഇനി പാപം ചെയ്യുകയില്ല എന്ന തീരുമാനത്തോടെ ജീവിക്കാൻ നമുക്കിടയാകണം. നമ്മുടെ നോമ്പിലെ പ്രാർത്ഥനകളും ആരാധനകളും വേദപുസ്തക വായനകളും ശുശ്രൂഷകളൊക്കെ അതിന് നമ്മെ സഹായിക്കണം. അതുപ്രകാരം നമ്മുടെ ജീവിതത്തെ ദൈവസ്ഥലത്തിൽ നമുക്ക് ക്രമപ്പെടുത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.